ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. അടമാങ്ങ അച്ചാറാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ഉണങ്ങിയ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാങ്ങയൊക്കെ ഉണങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്തും മാങ്ങ അച്ചാർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങി വെച്ചാൽ മതി. ഇതൊന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് നല്ല ചൂടുവെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഇതിങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് കുതിർന്ന് വരും. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, മാങ്ങയൊക്കെ ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങ ഇങ്ങനെ കുതിർക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഇനി 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇനി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിൽ ചേർക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നാക്കി അത് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളകുണ്ട്, കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴൊന്നും ശ്രദ്ധിക്കണം, നമ്മൾ മാങ്ങ ഉണങ്ങുമ്പോൾ അതിൽ ഉപ്പ് ചേർത്താണല്ലോ ഉണക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അച്ചാറിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അടമാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ വെള്ളവും കൂടെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. മാങ്ങ ഒന്ന് അല്പം ഒന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേകട്ടെ. പിന്നെ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്. അതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഇതിലോട്ട് ഇനി ഒരല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇത് ഇരിക്കുന്നതോറും ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കൂട്ടി കഴിക്കാനോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ മാങ്ങയൊക്കെ ഉണങ്ങി സൂക്ഷിക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാങ്ങ അച്ചാർ ഇട്ട് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.